നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. കോഴയിലെ സത്യം തേടി. സംസ്ഥാന ബിജെപിയെ പ്രതിക്കൂട്ടിലാക്കിയ മെഡിക്കൽ കോഴ വിവാദത്തിൽ കേന്ദ്ര നേതാക്കളുടെ പങ്കും അന്വേഷിക്കാൻ നീക്കം നടത്തി പാർട്ടി നേതൃത്വം. ഇത് സംബന്ധിച്ച മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ. നടന്നത് വലിയ കുറ്റകൃത്യമെന്ന നിരീക്ഷണം. പുതിയ നീക്കം അഴിമതി കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന പാർട്ടി വിലയിരുത്തലിൽ. കോഴ വിവാദത്തിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ വിശദ അന്വേഷണത്തിനും തുടക്കം. നീക്കം സംഭവത്തിന്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കിയ ശേഷം കേസ് CBIക്ക് വിടാൻ. വിഷയത്തിൽ 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്നും അന്വേഷണ സംഘം. പണം കടത്തിയത് ഹവാല വഴിയെന്നും ഇതിനു പിന്നിൽ വൻ സ്രാവുകളുണ്ടെന്നും നിഗമനം. കോഴ വിവാദത്തിൽ പാർട്ടി ക്ലീൻ ചിറ്റ് കിട്ടിയെങ്കിലും MD രമേശിനെ വലിച്ച് പുതിയ ആരോപണം. പത്തനംതിട്ട മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചിലവിന് അനുവദിച്ച തുകയിൽ 35 ലക്ഷം ചിലവഴിച്ചതിന്റെ കണക്ക് ഹാജരാക്കിയില്ലെന്ന ആരോപണം. സംസ്ഥാന BJPയും RSSും സംയുക്തമായി നടത്തുന്ന അന്വേഷണത്തിൽ മുൻ ജില്ലാ പ്രസിഡന്റ് TR അജിത് കുമാറിനെ വിളിച്ചു വരുത്തുവാനും തീരുമാനം. ജനപ്രിയന് ജയിൽവാസം. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് ജാമ്യമില്ല. താരത്തിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയത് പ്രതിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച്. ജാമ്യം നൽകിയാൽ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന പരാമർശത്തിനും അംഗീകാരം. നടന്നത് ഗുരുതര കുറ്റകൃത്യമെന്നും വിലയിരുത്തൽ. കേസ് അപൂർവവും ഗൗരവ സ്വഭാവമുള്ളതും. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നടന്നത് സൂക്ഷ്മമായ ആസൂത്രണവും വ്യക്തമായ നീക്കങ്ങളും. കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡും മൊബൈലും എത്രയും വേഗം കണ്ടെത്തണമെന്നും ദൃശ്യങ്ങൾ പുറത്തുപോകുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും നിരീക്ഷണം. ഒളിവിൽ പോയ അപ്പുണ്ണിയെ എത്രയും വേഗം കണ്ടെത്തണമെന്നും ഹൈക്കോടതി. കുറ്റകൃത്യം നടത്താൻ പ്രതിയെ പ്രേരിപ്പിച്ചത്, കുടുംബജീവിതം തകർത്തത് ഇവരാണെന്ന വിശ്വാസം. കൊട്ടേഷനിലേക്ക് താരത്തിനെ നയിച്ചത് ഈ കാരണമെന്നും പ്രോസിക്യൂഷൻ. ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ദിലീപ് ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ തുടരും. തുടർ നടപടികൾ പിന്നീടെന്ന് പ്രതിഭാഗം. കോൺഗ്രസിൽ പൊട്ടിത്തെറിയോ? M. വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന KPCC തീരുമാനത്തിന് പിന്നാലെ കോൺഗ്രസിൽ കലഹം ശക്തം. വനിതാ നേതാക്കൾക്ക് പുറമെ K. മുരളീധരനും രംഗത്തെത്തിയതോടെ പാർട്ടിയിൽ പ്രതിസന്ധി രൂക്ഷം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിൻസെന്റ് കഷ്ടിച്ച് കരകയറിയ മണ്ഡലത്തിൽ പുതിയ സാഹചര്യത്തിൽ കോൺഗ്രസിന് വിജയം അസാധ്യമെന്ന വിലയിരുത്തലിൽ KPCC. പിണറായി സർക്കാരിന്റെ പല നടപടികളെയും ചോദ്യം ചെയ്യുകയും മെഡിക്കൽ കോഴ അഴിമതിയിൽ BJPയെ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത കോൺഗ്രസിനെ വിഷമവൃത്തത്തിലാക്കി വിൻസെന്റിന്റെ അറസ്റ്റ്. വനിതാ നേതാക്കൾ പരസ്യമായി രാജി ആവശ്യം ഉന്നയിച്ച സാഹചര്യത്തിൽ KPCCയുടെ മൃദു നിലപാട് പാർട്ടിയിൽ പുതിയ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കുമെന്നും വിലയിരുത്തൽ. പാർട്ടിയിലെ വനിതാ നേതാക്കളുടെ സമ്മർദ്ദത്തിന് പിന്നാലെ രാജി ആവശ്യത്തിൽ പ്രക്ഷോഭത്തിനൊരുങ്ങി ഇടതുപക്ഷവും. സ്ത്രീകൾക്കെതിരായ അതിക്രമം വെച്ചു പൊറുപ്പിക്കില്ലെന്ന മുഖ്യമന്ത്രിയും പീഡനക്കേസിൽ അറസ്റ്റിലായ MLAയ്ക്ക് വേണ്ടി വക്കാലത്ത് പറയേണ്ടി വന്ന KPCC അധ്യക്ഷന്റെ ഗതികേടിൽ സഹതാപമെന്ന കോടിയേരിയും. കേസിൽ പോലീസ് അന്വേഷണത്തിനും തുടർച്ച. യെച്ചൂരി അജണ്ട. സീതാറാം യെച്ചൂരിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം മുഖ്യ അജണ്ടയാക്കി CPM കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ. യെച്ചൂരി മത്സരിക്കേണ്ടെന്ന നിലപാടിൽ മാറ്റം വരുത്താൻ PB തയ്യാറാകാത്ത സാഹചര്യത്തിൽ ബംഗാൾ ഘടകം കടുത്ത നിലപാടുകൾ സ്വീകരിച്ചേക്കും. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും 22ാം പാർട്ടി കോൺഗ്രസിന്റെ ഷെഡ്യൂൾ തയ്യാറാക്കലും യോഗത്തിൽ. യെച്ചൂരിയുടെ സ്ഥാനാർത്ഥിത്വം വീണ്ടും സജീവ ചർച്ചയായത് പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 5:30. നമസ്കാരം.